നമസ്കാരം, സിനി ക്യാപ്സൂളിലേക്ക് സ്വാഗതം. മലയാളത്തിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റോറിയായ ടി ദാമോദരൻ, IV ശശി, മമ്മൂട്ടി ടീമിന്റെ ആവനാഴി എന്ന ചിത്രം പുതിയ സാങ്കേതിക വിദ്യയിൽ ജനുവരി 3-ന് വീണ്ടും പ്രദർശനത്തിനെത്തുന്നു. റോസിക എന്റർപ്രൈസസ്, സെഞ്ചുറി വിഷൻ എന്നീ കമ്പനികളാണ് ചിത്രം തിയേറ്ററിൽ എത്തിക്കുന്നത്. ആവനാഴിയിലെ മുഖ്യ കഥാപാത്രമായ ഇൻസ്പെക്ടർ ബൽറാമിനെ മമ്മൂട്ടിയാണ് അവതരിപ്പിക്കുന്നത്. മമ്മൂട്ടിയുടെ ഏറ്റവും ശക്തമായ പോലീസ് കഥാപാത്രമാണിത്. മലയാളി പ്രേക്ഷകരെ ഏറ്റവും ആകർഷിക്കുന്നത് പോലീസ് സ്റ്റോറികളാണെന്ന് ആദ്യമായി തെളിയിച്ച ചിത്രമാണ് ആവനാഴി. 1986-ലെ ഏറ്റവും വലിയ വിജയ ചിത്രമായി മാറിയ ആവനാഴി സാജ് പ്രൊഡക്ഷൻസ്, റോസിക എന്റർപ്രൈസസ്, സെഞ്ചുറി വിഷനും ചേർന്ന് ആവനാഴി പുതിയ പതിപ്പ് ജനുവരി 3-ന് പ്രദർശനത്തിനെത്തിക്കും. സായി ദുർഗ തേജ് നായകനാവുന്ന രോഹിത് KP ചിത്രത്തിന്റെ ടീസറും റിലീസ് തീയതിയും പുറത്ത്. SYG എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം 2025 സെപ്റ്റംബർ 25-ന് ആഗോള റിലീസായെത്തും. കാർണേജ് എന്ന് പേരിട്ടിരിക്കുന്ന ടീസർ പുറത്തിറക്കിയത് ഗ്ലോബൽ സ്റ്റാർ രാം ചരൺ ആണ്. വിരൂപാക്ഷ, ബ്രോ എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം സായി ദുർഗ തേജ് നായകനായി എത്തുന്ന ഈ ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ ചിത്രം നിർമ്മിക്കുന്നത് പ്രൈം ഷോ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ K നിരഞ്ജൻ റെഡ്ഡിയും ചൈതന്യ റെഡ്ഡിയും ചേർന്നാണ്. പാൻ ഇന്ത്യൻ സെൻസേഷണൽ ബ്ലോക്ക് ബസ്റ്റർ ഹനുമാനു ശേഷം ഇവർ നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണിത്. ഐശ്വര്യലക്ഷ്മിയാണ് ഈ വമ്പൻ പീരീഡ് ആക്ഷൻ ഡ്രാമയിലെ നായിക. ബ്ലോക്ക് ബസ്റ്റർ തെലുങ്ക് സംവിധായകൻ ബോയപതി ശ്രീനിയുമായി നന്ദപുരി ബാലകൃഷ്ണ വീണ്ടും ഒന്നിക്കുന്ന അഖണ്ഡ 2 താണ്ഡവം ചിത്രീകരണം ആരംഭിച്ചു. ഇരുവരും ഒന്നിക്കുന്ന 4ാമത്തെ ചിത്രമായ അഖണ്ഡ 2 താണ്ഡവം ഇവരുടെ മുൻ ചിത്രമായ അഖണ്ഡയുടെ തുടർച്ചയാണ്. റീൽസ് പ്ലസ് ബാനറിൽ രാം അജന്തയും ഗോപിചന്ദ് അജന്തയും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം M തേജസ്വനി നന്ദമൂരി അവതരിപ്പിക്കുന്നു. ആദ്യ ഭാഗത്തേക്കാൾ വമ്പൻ ആക്ഷൻ ഡ്രാമയെ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് രണ്ടാം ഭാഗം ഒരുങ്ങുന്നത്. ചിത്രീകരണത്തിന്റെ ആദ്യ ദിവസം തന്നെ നായകനായ ബാലകൃഷ്ണ ഷൂട്ടിംഗ് സംഘത്തിനൊപ്പം ചേർന്ന് പ്രശസ്ത സംഘടന സംവിധായകരായ രാം ലക്ഷ്മണന്റെ മേൽനോട്ടത്തിൽ അതിശയിപ്പിക്കുന്ന ഒരു സംഘടന രംഗത്തോടെയാണ് ബോയപതി ശ്രീനി ഈ ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചത്. ഹൈദരാബാദിലെ രാമോജി റാവ് ഫിലിം സിറ്റിയിലാണ് ചിത്രീകരണം നടക്കുന്നത്. ചിത്രത്തിന്റെ ലോഞ്ചിങ് ഇവന്റിൽ നിന്നുള്ള ബാലകൃഷ്ണയുടെ ശക്തമായ ഡയലോഗ് ഉൾപ്പെടുന്ന ആകർഷകമായ നിമിഷം പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോയും നിർമ്മാതാക്കൾ പുറത്തിറക്കിയിട്ടുണ്ട്. തമൻ ഒരുക്കിയ പശ്ചാത്തല സംഗീതം രംഗത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2025 സെപ്റ്റംബർ 25-ന് ദസറയ്ക്ക് ചിത്രം റിലീസ് ചെയ്യുമെന്ന് വീഡിയോയിലൂടെ വെളിപ്പെടുത്തി. ശിവകാർത്തികേയന്റെ 25ാമത് ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നു. സുധാ കൊങ്ങരയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നാളെ ചെന്നൈയിൽ ആരംഭിക്കും. GV പ്രകാശ് ആണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ. ശ്രീലീല, ജയൻ രവി, അഥർവ എന്നിവർ ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നു. ചിത്രത്തിന്റെ ഔദ്യോഗിക അറിയിപ്പ് ഉടൻ ഉണ്ടാകും. വിക്രമിന്റെ 63ാമത് ചിത്രം ചിയാൻ 63 എന്ന് താൽക്കാലികമായി പേരിട്ടു. മണ്ടേല, മഹാവീരൻ എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത മഡോണി അശ്വിനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ശക്തി ടാക്കീസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. പാരഞ്ജിത്തിന്റെ ചിത്രം വെട്ടുവയിൽ പ്രധാന വേഷത്തിൽ ഫഹദ് ഫാസിൽ എത്തുന്നു. മാജിക്കൽ റിയലിസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുങ്ങുന്ന ഗാങ്സ്റ്റർ ചിത്രമാണ് വെട്ടുവം. അട്ടകത്തി ദിനേശ് ആണ് ചിത്രത്തിലെ നായകൻ. ആര്യ വില്ലൻ വേഷത്തിൽ എത്തുന്ന ചിത്രം പ്രീ പ്രൊഡക്ഷൻ ജോലികളിലാണ്. ചിത്രം അടുത്ത വർഷം ആദ്യ പകുതിയിൽ ചിത്രീകരണം ആരംഭിക്കും.